Good morning, all of you. Once again, welcome back to our SS class. Last class, we have discussed some of the features of the early human being, especially in the Paleolithic age. Based on the evidences from the caves, that is, from the cave paintings, from the residue of the cooked foods, ashes, bones and skulls, the leftovers of fruits, vegetables, freshwater, fishes, etc. We find out some number of features of the early human being. Now we're going to discuss the technological advancement of the early humans, technological advancement of the early people or the Paleolithic people, technological advancement. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരുപാട് ഫീച്ചേഴ്സ് അവരുടെ ജീവിതത്തിൻ്റെ നാനാതുറകൾ അല്ലേ. അവരുടെ ജീവിതത്തിൽ അവർ they hunted animals, they used weapons, they used stones as their weapons, they used bones as their weapons, and they അങ്ങനെ etc. number of things നമ്മൾ നേരത്തെ പറഞ്ഞു. അതിനൊക്കെ we can understand the dexterity of the early people, especially Paleolithic people അല്ലേ. Paleolithic peopleസിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് Paleolithic people used rough stones, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. And there are several pieces of evidence for the technological advancement of early humans also find out. The making of the tools and their improvement helped them to attain such progress. A few of the technological advancement are given. The examples for the technological advancements are they made stone statues. Stone statues were made by the early people. Then pictures were drawn on the bones and horns of animals and on caves and rocks. The pictures were drawn on the bones and horns of animals, and they used to make ornaments. They made ornaments by using ivory, bones, stones, shells, etc. And they made flute-like wind instruments. Flute-like wind instruments were made out of bones, and vessels and wombs out of bark fiber, and human figures were molded from clay. These are some of the examples for what? For the examples of the technological advancement അല്ലേ. കുറച്ചുകൂടി സാങ്കേതിക പുരോഗതിയുടെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹണ്ട് ചെയ്യും, വേട്ടയാടും, അതിൻ്റെ മാംസവും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. അതുപോലെ അവർ ഈ പറഞ്ഞ പക്ഷിമൃഗാദികളും അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ അവർ ഭക്ഷിക്കുമായിരുന്നു. അവരങ്ങനെ ചില സംഗതികളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം ചില സംഗതികളെ കൂടി അവർ ആ കാലഘട്ടത്തിൽ യൂസ്ഡ് അനിമൽ ഫാറ്റ് ആസ് ഫ്യൂവൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി കുറച്ചുകൂടി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലേക്ക് വന്നാൽ അവർ കുറച്ചുകൂടി ഈ പറയുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചില സംഗതികളും കൂടി അവർ ചെയ്തിരുന്നു. ലൈക്ക് സ്റ്റോൺ സ്റ്റാറ്റ്യൂസ് വെർ മെയ്ഡ് അല്ലേ, കൽപ്രതിമകൾ അവർ ഉണ്ടാക്കുമായിരുന്നു. ദെൻ pictures were drawn on the bones and horns of animals and on caves and rocks അല്ലേ.
എല്ലുകളിലും കൊമ്പുകളിലും കേവ്സിലും അതുപോലെ കല്ലുകളിലുമൊക്കെ അവർ ചിത്രങ്ങൾ വരക്കുമായിരുന്നു. അത് വാസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഫോർ ദി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഏർലി ഹ്യൂമൻ ബീയിങ്സ്. ആൻഡ് ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെർ മെയ്ഡ്. അല്ലേ, അവരെന്ത് ചെയ്യുമായിരുന്നു? ഈ പറയുന്ന കല്ലുകൊണ്ടും അതുപോലെ എല്ലുകൊണ്ടും അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുമായിരുന്നു, ആഭരണങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ആൻഡ് ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. എല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ പറയുന്ന ചില വാദ്യോപകരണങ്ങൾ, അല്ലേ, ഈ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിന് വേണ്ട വാദ്യോപകരണങ്ങൾ അവരുണ്ടാക്കുമായിരുന്നു. ദിസ് വൺ ഓഫ് ദി അനദർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദി ഏർലി പാലിയോലിത്തിക് ഏജ്, പാലിയോലിത്തിക് പീപ്പിൾ. ആൻഡ് vessels were woven out of bark fiber. Vessels were woven out of bark fiber. അല്ലേ, മരനാരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ, മരത്തൊലികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുമായിരുന്നു? പാത്രങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ ഹ്യൂമൻ ഫിഗേഴ്സ് വേർ മോൾഡഡ് ഫ്രം ക്ലേ. ഹ്യൂമൻ ഫിഗേഴ്സ് ദേ മോൾഡഡ് ഫ്രം ക്ലേ. അല്ലേ, കളിമണ്ണുകൾ ഉപയോഗിച്ച് മനുഷ്യരൂപങ്ങൾ അവർ ഉണ്ടാക്കുമായിരുന്നു. All these are the examples for the advancement of technological advancement of Paleolithic age. നേരത്തെ നമ്മൾ അവരെ കുറിച്ച് ചില സംഗതികൾ പറഞ്ഞിരുന്നു. And these are the examples for the technological advancement of the Paleolithic man. And here is a table for what? For the to complete the sculpture and fields and examples. Some fields are given and to complete the examples for the fields. That's the fields are sculpture, പെയിൻറ്റിങ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യുക? ചില മേഖലകളാണ് പറഞ്ഞത്, അല്ലേ? സ്കൾപ്ചർ, പെയിൻറ്റിങ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്. എന്താ സ്കൾപ്ചർ? ശില്പവിദ്യ, അല്ലേ? ആൻഡ് പെയിൻറ്റിങ്, ചിത്രരചന. ഹാൻഡിക്രാഫ്റ്റ്, അല്ലേ, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കരകൗശല വിദ്യ. അതിൻ്റെ എക്സാമ്പിൾസ് ഫ്രം ദി എബവ് വി ക്യാൻ യു ഫിൽ ദീസ് കോളം? ഓക്കെ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യാം. എക്സാമ്പിൾസ്: സ്കൾപ്ചർ. Examples for sculpture are given: stone statues, clay figures of human beings are some of the examples of the sculpture. അല്ലേ, stone statues, clay figures of human beings. Then examples for painting, അല്ലേ, cave painting, cave wall painting, cave ceiling painting are the examples of painting. And another field is handicraft, കരകൗശല വിദ്യക്ക് നിങ്ങൾ പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? കരകൗശല വിദ്യ, ഹാൻഡിക്രാഫ്റ്റ്സ്. എക്സാമ്പിൾസ് ആർ വെസൽസ്. they made vessels, ornaments and wind like flute instruments, അല്ലേ, സുഷിരവാദ്യങ്ങൾ, ഇതൊക്കെ അവരുണ്ടാക്കും. These are the examples for this handicrafts. And now we can analyze the given map. This map shows some of the centers of evidences of Paleolithic people. അല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പഴയ ഇന്ത്യയുടെ, അല്ലേ, പഴയ പുരാതന കാല ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. മാപ്പിൽ ചില പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ മാപ്പ് വർക്കിൽ നമുക്ക് കണ്ടെത്തേണ്ട കാര്യം, ഈ മാപ്പ് വർക്കിൽ ഉള്ള ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, സെൻറ്റേഴ്സ്. എന്താണ് ആ സെൻറ്റേഴ്സിൻ്റെ പ്രത്യേകത? ആ പാലിയോലിത്തിക് എവിഡൻസുകൾ കണ്ടെത്തിയ ഗുഹകളും ഗുഹാചിത്രങ്ങളും അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ കണ്ടെത്തിയ പ്രദേശങ്ങളാണ് ആ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആധുനിക ഇന്ത്യയുടെ ഇപ്പോൾ
ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസൻറ്റ് ഇന്ത്യയുടെ ഏതേത് സ്റ്റേറ്റുകളിലാണ് ആ പ്രദേശങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. ആൻഡ് ഹിയർ ഈസ് ദി സം ഓഫ് ദി പ്ലേസസ് ആർ Bhimbetka is an important Paleolithic site. And what was the feature of this site? Rock shelter was salient feature of this Bhimbetka. And besides Bhimbetka, there are several such places provide evidences for the Paleolithic period. These are some of the centers of Paleolithic age, evidences for the Paleolithic age. That is Bhimbetka, Narmada Valley, Nagarjuna Konda, Hansky and Karnool caves are some of the Paleolithic sites. And can you find out the present Indian states which is situated at these places? That is Bhimbetka is given in your textbook. That's in the present Madhya Pradesh, which is situated in the present Madhya Pradesh. And Narmada Valley, can you find out the Narmada Valley which is situated in the present in which state in India? Yes, that's correct. Madhya Pradesh, again Madhya Pradesh, Bhimbetka and Narmada Valley which is situated in Madhya Pradesh now. And another Paleolithic site, Nagarjuna Konda. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നാഗാർജുന കോണ്ട നിങ്ങളുടെ ഈ പറയുന്ന ഔട്ട്ലൈൻ മാപ്പിൽ സ്ഥിതി നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഏത് സംസ്ഥാനത്തിലാണ് നാഗാർജുന കൊണ്ട? യെസ്, അതന്നെ. ഏതാണ് നാഗാർജുന കൊണ്ട? വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദി പ്രസൻറ്റ് ആന്ധ്രാപ്രദേശ്. ആൻഡ് ദി നെക്സ്റ്റ് ഹൻസ്കി വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് നൗ? യെസ്, ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇറ്റ്സ് കറക്റ്റ്. Is Karnataka. And the last one is Karnool caves again, which is situated in Andhra Pradesh. And these are the main Paleolithic age sites. And from these sites, number of evidences were find out. And these sites which is situated in the present Indian states are Bhimbetka in Madhya Pradesh, Narmada Valley in Madhya Pradesh, Nagarjuna Konda in Andhra Pradesh, and Hansky in Karnataka, and Karnool caves in Andhra Pradesh. Okay, clear? കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന ദി എക്സാമ്പിൾസ് ഫോർ ദി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ദി ഇമ്പോർട്ടൻ്റ് പാലിയോലിത്തിക് ഏജ് സൈറ്റ്സ്, എവിഡൻസ് സൈറ്റ്സ് അല്ലേ? സൈറ്റ്സ്, അതാണ് നമ്മൾ പറഞ്ഞത്. അത് ഇന്ത്യയിൽ ഇപ്പോൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു, അതോടൊപ്പം ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ എക്സാമ്പിൾസ്, stone statues were made, and pictures were drawn in the bones and horns of animals, and caves and rocks. Human figures were molded from clay. Ornaments made of ivory, bones, stones, and shells. Vessels were woven out of bark fiber, and these were they made human figures by using clay are some of the examples for the technological advancement of Paleolithic age. And the sites like Bhimbetka and Narmada Valley, which is situated in the present Madhya Pradesh, and Nagarjuna Konda and Karnool caves, which these two are which is situated in the Andhra Pradesh, and the Hansky is situated in the present Karnataka. Okay, clear? Okay, study well, and let's wind up today's class. Okay, thank you.
താങ്ക് യു ഓൾ.